സാർ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് വലിയ ചർച്ചാ വിഷയം. ഇവിടെ അൻവർ സ്ഥാനാർത്ഥിയാകത്തില്ല, ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല, കോൺഗ്രസ് ആദ്യമേ പ്രഖ്യാപിച്ചു. സത്യത്തിൽ ഇത്രയും വലിയ ആവേശം കാണിക്കേണ്ട ഒരു കാര്യമുണ്ടോ? കാരണം ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ പുതിയ KPCC പ്രസിഡന്റ് വരുന്നു, പുതിയ മുഖ്യമന്ത്രിയുടെ ഒരു പദത്തിലേക്ക് KC വേണുഗോപാൽ ഒരു സ്റ്റെപ്പ് കൂടെ വെക്കുന്നു എന്ന് കേൾക്കുന്നു. പിണറായി വിജയനാണെങ്കിൽ അവരുടെ സർക്കാരിൻ്റെ വലിയ ആഘോഷ പരിപാടി കൊണ്ടുവരുന്നു, മീഡിയ പോലും അത് അവഗണിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ രാഷ്ട്രീയത്തോട് ഇപ്പം താല്പര്യമില്ലാത്തൊരു ജനസമൂഹം നിൽക്കുമ്പോഴാണ് ഈ ഇലക്ഷൻ വരുന്നത്. അങ്ങനെയാണ് സാറിന് തോന്നുന്നത്? അല്ല, ഇലക്ഷൻ വലിയ ജനത്തിന് താല്പര്യം ഉണ്ടാവുമോ എന്നുള്ളതല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. ഈ അൻവറിന് എന്ത് പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ നിന്നുള്ളതല്ലേ വിഷയം. അതെ, അൻവറിന് പ്രസക്തി ഉണ്ട് എന്ന് തോന്നിക്കാൻ വേണ്ടി അൻവർ ഓരോരോ ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അൻവറിന് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞതിന് കേരള രാഷ്ട്രീയത്തിൽ എന്താ പ്രസക്തിയുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ദേശീയ രാഷ്ട്രീയത്തിൽ തൃണമൂല് കോൺഗ്രസിന്റെ കൂടെയാണോ? ആ സഖ്യത്തിൽ ശരിക്കും ഉണ്ടോ? ഇന്ത്യ മുന്നണിയിലുണ്ടോ? ഇല്ല, വിഘടിച്ച് നിൽക്കുകയാണ്, അവരിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നു. ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി എവിടെയുണ്ടോ അല്ലേ, അതെ, അതിന്റെ എതിർവശത്ത് ഞങ്ങളുണ്ട് എന്നുള്ള മട്ടിലല്ലേ ഡെറിക് ഓബ്രൈനെ പോലുള്ള ആളുകളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മമതയും കല്യാൺ ബാനർജിയും അവരുടെ നേതാക്കളൊക്കെ ഇവരെന്ത് തീരുമാനം എടുത്താലും സ്പീക്കർ തെരഞ്ഞെടുപ്പോ എന്തൊക്കെ അവര് ഒറ്റയ്ക്ക് അവരുടേതായ ഒരു നയം പ്രഖ്യാപിക്കുക എന്നുള്ള രീതിയിലാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അപ്പൊ ദേശീയ തലത്തില് ഇന്ത്യ മുന്നണിയില് തൃണമൂൽ ഉള്ളതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരുമിച്ചുള്ള യോഗങ്ങളിലോ രാഹുൽ ഗാന്ധിയുടെ കൂടെയോ ഒന്നും അവർ പങ്കെടുക്കാറില്ല. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ല, ഇതിന്റെ ഒക്കെ മമതയൊക്കെ വന്നിരുന്നു, അതിനുവേണ്ടി ഇല്ല. അവരുടേതായ സ്വത്വം നിലനിർത്തിയാണ് പോകുന്നത്. അപ്പൊ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ കൂടെയാണോ തൃണമൂൽ? അതൊരു വലിയ അല്ല. ഇതിപ്പോൾ ഇങ്ങനെ സാറേ, ഇപ്പോൾ ഇതിനകത്തൊരു സംശയം എന്താ, ഈ അൻവർ കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ അയാൾ ഈ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തി ഇല്ലാത്ത വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ UDFിൻ്റെ ഒരു ഘടകകക്ഷിയായിട്ട് മാറുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ച് കേരളത്തിൽ വരണം, അപ്പോൾ തൻ്റെ പാർട്ടിക്ക് 2 or 3 സ്ഥലത്ത് മത്സരിക്കണം, ഈ അൻവർ ജയിച്ചു വന്നാൽ മന്ത്രിയാകണം. ഇതിനൊക്കെയുള്ള ഒരു കരുനീക്കം നടത്തുന്നു. അതിനു വേണ്ടിയിട്ട് ആദ്യം VD സതീശിനെ സമീപിക്കുന്നു, അയാൾ കൈയൊഴിയുന്നു. ഞാൻ KC വേണുഗോപാലിനെ കാണാമെന്ന് പറഞ്ഞു. KC വേണുഗോപാലിനെ സമീപിക്കുമ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയക്കാരോട് ചോദിക്കുന്നു. ശരിക്കും ഇയാളായിട്ട് പന്ത് കിട്ടുകയല്ല, ഇയാൾക്ക് ഇനിയെങ്കിലും അത് ഈ അൻവറിന് ശരിക്കും രാഷ്ട്രീയം അറിയാമോ? കാരണം എന്താന്ന് വെച്ചാൽ അൻവറിന്റെ അടിസ്ഥാന രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമാണ്, വ്യക്തിവിരോധം ആണ്. പിണറായി വിജയനെ അൻവറിന് ഇഷ്ടമല്ല. പിണറായി വിജയൻ ആയ കാലത്തൊക്കെ അൻവറിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമ ഉടമയ്ക്കെതിരെ പരാതി കൊടുപ്പിക്കുക, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് അൻവറിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അൻവറിന്റെ ഈ അമ്യൂസ്മെന്റ് പാർക്കോ ഇങ്ങനത്തെ ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ, വേറെ ആളുകളെയൊക്കെ എന്താണ് ഭൂമി ഇടപാടിൽ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകളിൽ, അതിലൊക്കെ ചിലപ്പോൾ പാർട്ടി ആഭ്യന്തര വകുപ്പ് പിണറായിയുടെ കയ്യിലാണ് സഹായിച്ചിട്ടൊക്കെ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ ചില സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. ഒരു ഘട്ടത്തിൽ പിണറായി വിജയനുമായിട്ട് തെറ്റുന്നു അൻവർ. തെറ്റിക്കഴിഞ്ഞപ്പോ പിന്നെ പകയാണ്. ആ പക ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അൻവറാണ് ഇപ്പൊ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ അൻവറിന്റെ നിലമ്പൂരിലെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസിനെ ജയിപ്പിക്കുകയും പിണറായി വിജയന്റെ പാർട്ടിയെ CPMനെ തോൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ. ആ ലക്ഷ്യസാധ്യത്തിന് എന്താണ് വേണ്ടത്? ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണല്ലോ. അല്ലാതെ അൻവർ വേറൊരാളെ തൃണമൂൽ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് വല്ല സുഗുവിനെയോ രാമൻകുട്ടിയോ ആരെങ്കിലും നിർത്തുകയോ തന്നെത്താനെ നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് വോട്ട് കോൺഗ്രസിന്റെ ആണല്ലോ പോകുന്നത്, വേറെ ഒന്നും സംഭവിക്കാനില്ലല്ലോ. അതാണോ ശരിയായ രാഷ്ട്രീയം? അൻവർ കളിക്കേണ്ട രാഷ്ട്രീയം അവിടെ CPMനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതിനെന്താ വേണ്ടത്? നിരുപാധിക പിന്തുണ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു നന്മ തോന്നി കോൺഗ്രസ് UDFിലേക്ക് എടുത്തു എന്ന് വരാം. ഇപ്പോൾ ഇന്നലെ അൻവർ പറയുന്ന അങ്ങോട്ട് KC വേണുഗോപാല് ഇനി എന്ന് പറഞ്ഞാൽ VD സതീശന്, ഇപ്പൊ VD സതീശൻ എന്ന് പറഞ്ഞാൽ അടുത്ത ശത്രുവും കൂടി ആയി. ഇല്ലേ? ഒരു ശത്രു കൂടി ആയി. അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു VD സതീശൻ ഇന്നലെ. ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആജ്ഞാപിക്കാൻ മാത്രം അൻവർ ആരാണ് കേരള രാഷ്ട്രീയത്തിൽ?
അതല്ലേ പ്രശ്നം. അതെ. KC വേണുഗോപാൽ ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കണം, എനിക്കിപ്പോ കാണണം എന്ന് പറഞ്ഞാൽ ഈ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ ഈ മൂക്കല് ഒലിപ്പിച്ച് കിടക്കുന്ന പിള്ളേരെയല്ലേ നമുക്ക് ഓർമ്മ വരിക. ഇത് രാഷ്ട്രീയമല്ലല്ലോ, അല്ല, ഇത് വ്യക്തിവൈരാഗ്യവും കാര്യങ്ങളും ഒക്കെയാണ്. അതിങ്ങനെ ഞാൻ ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇലക്ഷനിൽ നിന്ന് അയാൾക്ക് എത്ര വോട്ട് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ആളുകൾ എപ്പോഴും രാഷ്ട്രീയം അനുസരിച്ചിട്ടാണ് കേരളത്തിൽ വോട്ട് ചെയ്യുക ആണല്ലോ. അതെ, എത്ര വലിയ ഹീറോ ആണെന്ന് പറഞ്ഞാൽ ഒരു 2000 രൂപ വോട്ടോ 2500 വോട്ടോ വ്യക്തിപരമായ വോട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും ഇല്ലേ. അതിനപ്പുറത്ത് രാഷ്ട്രീയം തന്നെ ആയിരിക്കും. അതിനപ്പുറത്ത് രാഷ്ട്രീയമാണ് നോക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയം എന്താ വേണ്ടത്? ഇപ്പോൾ ചിലപ്പോൾ ഈ സതീശനും ഒക്കെ പറയുന്ന പോലെ ഈ ഭരണ ആളുകൾക്ക് മടുത്തിട്ടുണ്ടാകാം. അങ്ങനെ മടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ UDF ജയിക്കും. കാരണം ഉപതെരഞ്ഞെടുപ്പിലൊക്കെ UDF ജയിക്കുന്നുണ്ടല്ലോ ഇല്ലേ. തൃക്കാക്കര മുതൽ ഇതൊക്കെ കാണുന്നതല്ലേ. പിന്നെ സണ്ണി ജോസഫാണ് KPCC പ്രസിഡന്റ്. സണ്ണി ജോസഫ് ഏതാണ്ടൊക്കെ ആ മേഖലയാണെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. മലബാർ മേഖലയാണ്, മലബാറാണല്ലോ. സണ്ണി ജോസഫിനും അൻവറെ ഇഷ്ടമല്ല. സണ്ണി ജോസഫ് പറഞ്ഞു, സണ്ണി ജോസഫ് പൊതുവെ സൗമ്യനാണ്. സണ്ണി ജോസഫ് പറഞ്ഞു UDFൽ അംഗമാകണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ അൻവർ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറയരുതായിരുന്നു. അതൊരു വലിയ പോയിന്റ് അല്ലേ സാറേ? കാരണം ഇയാൾ പറഞ്ഞൊരു കാര്യം, ഇവിടെ ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കാനോ MLA ആക്കാനോ അല്ല ഞാൻ സ്ഥാനം ഒഴിഞ്ഞത്, ആര്യാടൻ ഷൗക്കത്തിനെ പോലെ ഒരാളെ വേണ്ട, ഇയാൾ CPM-ആയിട്ട് ചേർന്നിട്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇയാൾ ആരാണ്? ഇയാളെ കിങ് മേക്കറോ? ആ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അൻവർ ഈ CPM-ൻ്റെ കൂടെ പിന്തുണയുള്ളത് കൊണ്ടാണ് സ്വതന്ത്രനായിട്ട് ഇത് ജയിച്ചു ഒക്കെ വരുന്നത്. അപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ അയാളെ പിന്തുണയ്ക്കണം, അല്ലാതെ അൻവറിന് ഇഷ്ടമുള്ള ഒരാളെ പിന്തുണയ്ക്കാനല്ല UDF നിൽക്കുന്നത്. അവിടെ UDF എടുത്ത തീരുമാനം, കോൺഗ്രസ് എടുത്ത തീരുമാനം ഒരു ആർജവമുള്ള നീക്കമാണെന്ന് നമുക്ക് പറഞ്ഞു. കോൺഗ്രസിന്റെ തീരുമാനം ഇനി അൻവറിന് ഇങ്ങോട്ട് ഉടനെ എടുക്കുന്ന തീരുമാനം ആയിരിക്കില്ല. നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്? ഈ അൻവറിനെ അനുനയിപ്പിക്കാനായിട്ട് ലീഗ് നേതൃത്വം പോയി. 3-4 ലീഗുകാർ PMA സലാമോ ഒക്കെ സംസാരിച്ചു. ഇന്നലെ സലാം സംസാരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? അൻവറിനെതിരായിട്ടാണ്. അവിടെയും സപ്പോർട്ടില്ല, ഇല്ല, ലീഗും തള്ളി. കാരണം ലീഗിനോട് പറഞ്ഞുറപ്പിച്ച ശേഷം പിന്നെയും അൻവർ വന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് കല്യാണ സ്ഥലത്ത് വെച്ചുമൊക്കെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചാണ് ആര്യാടൻ ഷൗക്കത്തിനോട്. എന്നിട്ടും ആര്യാടൻ ഷൗക്കത്തിന് തള്ളിപ്പറയുന്ന രീതിയിലാണ് അൻവർ നിലകൊള്ളുന്നത്. അപ്പോൾ ലീഗ് നേതാക്കളുമായിട്ട് സംസാരിച്ചിട്ട് അനുനയപ്പെട്ട് പോയ ആള് പിന്നെയും ലീഗിനോട് സമ്മതിച്ച പോലുള്ള ആ കരാറ് വല്ലതും ഉണ്ടെങ്കിൽ അത് ലംഘിക്കുന്ന വിധത്തിലാണ്. അപ്പോൾ ലീഗിനും വേണ്ട, ആ അവസ്ഥയിലെത്തിയപ്പോൾ. അപ്പോൾ ആർക്കും വേണ്ട. ഒന്നാമത് പ്രധാനമായിട്ടും UDFിൽ അൻവറിനെ പ്രവേശിപ്പിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ അത് സമ്മതിക്കേണ്ടിയിരുന്ന പാർട്ടിയാണ് ലീഗ്. മലബാറിലെ UDFിന്റെ ശക്തി എന്ന് പറയുന്നത് ലീഗാണ്. അതെ, അവസാന വാക്കായിട്ട് ലീഗ് എന്ത് തീരുമാനം എടുത്താലും അൻവറിന് ഗുണമായേനെ. പക്ഷേ ഒറ്റയടിക്ക് അൻവർ അവരെയും വെറുപ്പിച്ചു. അപ്പം ഞാൻ എന്തോ കോൺഗ്രസിനെ ആളുകളെ വെറുപ്പിക്കാനായിട്ട് ഇതുപോലെ മിടുക്കുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, സത്യത്തിൽ രാഷ്ട്രീയമായുള്ള ബാപ്പ നെഹ്റുവിനെ കണ്ടിരുന്നു എന്നോ അല്ലേ, മുത്താപ്പ നെഹ്റുവിനെ കണ്ടിരുന്നു എന്നോ, നെഹ്റു വീട്ടിൽ വന്ന് ബിരിയാണി കഴിച്ചു എന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെങ്ങനെയാണ് രാഷ്ട്രീയം എന്ന്? രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രായോഗികതയാണ്, അതായത് നെഹ്റു പണ്ട് വീട്ടിൽ വന്നതല്ല. അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത് പിണറായി വിജയനെ തോൽപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ, ഒന്നാമത് അൻവറിന് അതിനു മുമ്പേ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് അൻവർ തീരുമാനിച്ചിരുന്നു ഇല്ലേ. ജോയി ആയിരിക്കണം സ്ഥാനാർത്ഥി എന്ന് അൻവർ തീരുമാനിച്ചു. അൻവർ തീരുമാനിച്ചത് എങ്ങനെയാണ്? അൻവർ തീരുമാനിച്ചത് കൊണ്ട് തന്നെ ചിലപ്പോൾ ജോയിക്ക് ആ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജോയി ആയേനെ. അപ്പോൾ എല്ലാ സ്ഥലത്തും പോയി ഇങ്ങനെ പാര വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൻവർ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFിൽ വരാൻ പറ്റില്ല. കാരണം അതിന് പലതരം ചർച്ചകളുമൊക്കെ. അസോസിയേറ്റ് മെമ്പർ ആക്കാമെന്നോ മറ്റോ പറഞ്ഞിട്ടില്ലേ. CPM-ൽ കാൻഡിഡേറ്റ് മെമ്പർ എന്നൊക്കെ ആക്കില്ലേ എന്ന് പറയുന്ന പോലെ. അസോസിയേറ്റ് മെമ്പർ ആയോ?
ഇല്ല ആയില്ല. ഇപ്പം നിലവിൽ ഇപ്പോൾ CPM എന്തായാലും അൻവറിനെ വേണ്ട. അപ്പോൾ അടുത്ത അവസരം വരെ കോൺഗ്രസിൽ എത്തുക എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസിനെ മൊത്തം വെറുപ്പിച്ചു. ഇനി ലീഗുകാരുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ ഞാൻ ഈ ലീഗിലൂടെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെയും വഴി അടഞ്ഞു നിൽക്കുമ്പോൾ അൻവർ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും അപ്രസക്തരാകുന്ന ഒരു വ്യക്തിയായി മാറുന്നു. അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ പറ്റുക? അല്ലെങ്കിലും അൻവറിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല. അൻവറിന് ഉണ്ടായിരുന്ന പ്രസക്തി എന്ന് പറഞ്ഞാല് ചില ആളുകളോട് കാണിക്കുന്ന ശത്രുതയുണ്ടല്ലോ, ആ സമയത്ത് ചാനലുകൾ ആ ശത്രുത ചർച്ച ചെയ്യുമായിരുന്നു, മുതലെടുക്കുക. പിന്നെ ഒരു ഓൺലൈൻ മാധ്യമത്തിനെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും ഒക്കെ നീങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴും അവര് അൻവറിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ തെറി പറയുമ്പോഴും ചാനൽ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അങ്ങനെ ഒരു നെഗറ്റീവിസത്തിന്റെ ആൾ രൂപമായിട്ട് അൻവർ നിൽക്കുന്നുണ്ടായിരുന്നു. അൻവറിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലാതെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് കാശൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ തന്നെത്താനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ നടത്തിക്കൊള്ളുമായിരിക്കും. അങ്ങനെ സ്വതന്ത്രനായിട്ട് ചില ആളുകളെയൊക്കെ മലബാറിൽ കൊണ്ടുവന്നു. കാരണം മലബാറിൽ പല സ്ഥലത്തും ജയിക്കാനായിട്ട് മുസ്ലിം ആയിരിക്കണം, ഇല്ലേ? അതെ. CPM-ന് വേറൊന്നുമില്ല. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചില ആളുകളെ തേടി പിടിച്ച് കൊണ്ടുവരുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അൻവർ. അൻവറിനെ അവർക്ക് കിട്ടുന്നത് തന്നെ അദ്ദേഹം കോൺഗ്രസിനോട് ശത്രുതയിലായതുകൊണ്ടാണല്ലോ. അപ്പൊ കോൺഗ്രസിലെ ആളുകളെ നേരത്തെ തന്നെ വെറുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പോകുന്ന ഇടത് ക്യാമ്പിൽ വരുന്നത്. എന്നിട്ട് അദ്ദേഹം UDF-ന്റെ സ്ഥാനാർത്ഥിയെ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ എല്ലാം തീരുമാനിക്കുക, തെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയാണെന്ന് തീരുമാനിക്കുക, തെരഞ്ഞെടുപ്പ് ബലം തീരുമാനിക്കുക, ആരൊക്കെ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുക. ഈ ഒരു അവസ്ഥയിലേക്ക് അജണ്ട ഞാൻ തീരുമാനിക്കും, ഞാൻ മാത്രം എന്ന് പറഞ്ഞ് പണ്ട് IV ശശിയുടെ ഒരു സിനിമ വന്നിരുന്നു. ആ ശീർഷകമാണ് അൻവറിനെ ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അത് രാഷ്ട്രീയമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.